ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. അപ്പം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയ കാർഡ്സ് ദ ചാരിയറ്റ്, ഏസ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, ടു ഓഫ് വാൻഡ്സ്, ദ സ്റ്റാർ കാർഡ് ആൻഡ് ദ ക്യൂൻ ഓഫ് സോൾസ്. ഇത്രയും കാർഡ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതായിട്ടും വളരെയേറെ അംബിഷൻസ് ഉള്ളതായിട്ടും നല്ല വിൽ പവർ ഉള്ളതായിട്ട് ഉള്ളൊരു ആളിനെയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. ആളിനെ ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും ജോബ് ഓറിയന്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു യാത്ര എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ചിലർ ഇന്നൊരു പുതിയ വാഹനം ഒക്കെ വാങ്ങുന്നതിൻ്റെ എനർജി ഉണ്ട്. 2 വീലറോ 4 വീലറോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വാഹനമൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു എനർജി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളിലുള്ള ഈനി യാങ് എനർജി ഒക്കെ ബാലൻസിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നിങ്ങൾ സ്പിരിച്വൽ പാത്തിലോട്ട് പോകുന്നവരുടെ എനർജി കുറേയേറെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് പുതിയൊരു ജോബിൻ്റെ ഓഫർ വരുന്നുണ്ട്. അത് പല തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. അതൊരു ജോബ് ഓഫർ ആകാം. അത് നിങ്ങൾക്ക് ഒരു പുതിയൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു സാധ്യതയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മേ ബി നിങ്ങൾക്കൊരു കുഞ്ഞിനെ എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വളരെ അധികം ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വന്നിരുന്നാലും മുന്നോട്ട് പോകാനുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇമോഷണൽ പ്രോബ്ലംസ് കുറച്ച് നിങ്ങളൊന്ന് അലട്ടാമെങ്കിലും അത് കുറച്ച് നേരത്തെ നിൽക്കത്തുള്ളൂ. ഇച്ചിരി നേരം നിങ്ങളൊന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. നിങ്ങൾ വളരെ പക്വതയോടും ക്ഷമയോടും കൂടി കാര്യങ്ങളൊക്കെ പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളായിട്ടാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ കഴിയുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ മുന്നിൽ 1-2 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം, അപ്പം അതിൻ്റെ ഓപ്ഷൻസിൻ്റെ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏതെടുത്താൽ നല്ലതായിരിക്കും, അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് ഇവിടെ. വരായികളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മേ ബി അതൊരു വിദേശ യാത്ര, ദൂരയാത്ര ഒക്കെ ആകാനുള്ള സാധ്യതയാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത് മിക്കവാറും യാത്രയുടെ കാർഡാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. പിന്നെ നിങ്ങളിലോട്ട് പുതിയൊരു വഴി തുറക്കുന്നതായിട്ട് ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കുറേയേറെ പേർക്കൊക്കെ കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ എന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ സ്പിരിച്വാലിറ്റിയിലോട്ട് ഒത്തിരിയേറെ കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പാതയൊക്കെ കറക്റ്റ് ആണ്, നിങ്ങൾ പോകുന്ന വഴികളെല്ലാം കറക്റ്റ് ആണെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. പിന്നെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിസാമർഥ്യം ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണുന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടാണ് കണക്റ്റ് ആവുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലീഡ് ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പിന്നെ വഴികാട്ടി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വളരെയേറെ പക്വതയോടെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു വെരി മച്ച്.